അമൃത TV ഡിജിറ്റൽ മീഡിയ അവാർഡ്സ് 2025 റെഡ് കാർപ്പറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ആൻഡ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് 2025 അവാർഡുമായിട്ട് നമ്മുടെ കൂടെ ശ്രീകണ്ഠനാഥ് സാറുണ്ട്. സർ നമസ്കാരം. സാധാരണ നമ്മള് കുറച്ച് പ്രായമായവർക്കാണ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് കൊടുക്കുന്നത്. പരിപാടിയാണ് കാര്യം. ഏറ്റവും അവസാനം കൊടുക്കുന്ന അവാർഡാണല്ലോ ഈ ലൈഫ് ടൈം അച്ചീവ്മെന്റ്. അത് കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ പാടില്ല. അപ്പൊ ഞാൻ സന്തോഷ് ചോദിച്ചോളങ്ങനെ ആദ്യം അവാർഡ് വാങ്ങിപ്പോ ഞാൻ ഇതൊരു ട്രാപ്പാണ്, നിങ്ങൾ ഒരു കാരണവശാലും സമ്മതിച്ചു കൊടുക്കരുത്, ഇത് നിങ്ങളെ സൂത്രപ്പണി മൂലക്കിരുത്താനാ തോന്നുന്നു. പിന്നീട് എന്നെ വെള്ളിടി വീണത് എനിക്കും ഉണ്ട് ഈ അവാർഡ്. ഓക്കെ, വളരെ സന്തോഷം. എന്ന് വെച്ചാല് നമുക്ക് ഞാന് മനുഷ്യക്ക് അറിയുന്ന പോലെ ജീവിതത്തിൽ പ്രായമായി വിശ്വസിക്കാത്ത ഒരാളാണ്. ഒരു വയസ്സുള്ളവനെയും വയസ്സെന്ന് വിളിക്കാം എന്ന തിയറിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ എന്റെ കാര്യം എന്നേ പോക്കായിരുന്നു. കാര്യം ചെറുപ്പക്കാർ ഇങ്ങനെ കുത്തുകണക്കിന് വന്നുകൊണ്ടിരിക്കുക ഓരോ ദിവസം. അപ്പൊ ഈ ചെറുപ്പക്കാരെയൊക്കെ ഡീൽ ചെയ്ത് ഇത്രയും വർഷം 10-15 വർഷം അടിച്ചില്ലേ, ഇനിയുള്ള കാലത്ത് നിൽക്കാനും പറ്റത്തില്ല. 4 കൊല്ലം കൊണ്ട് ആൾക്കാർ മീഡിയ ഔട്ടാവും. പ്രത്യേകിച്ച് എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നത് എന്റെ ചാനൽ എന്നെ വിളിച്ച് നിങ്ങളെ ആദരിക്കാന്ന് എനിക്കൊന്നും തോന്നില്ല. അപ്പൊ അമൃതയിൽ നിന്ന് വിളിച്ചിട്ട് പറയാണ് നിങ്ങൾ കൊള്ളാൻ കേട്ടോ ആള്, നിങ്ങളെ ഒന്ന് ആദരിക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ ആ ആദരം പ്രത്യേക സന്തോഷമാണ്. പിന്നെ നമ്മുടെ സുഹൃത്തുക്കളാണല്ലോ ഇവിടെ വർക്ക് ചെയ്യുന്നത്, ഇവിടെ ഉള്ളത് കൊളീഗ്സ് ഒരുപാട് നാളായിട്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത് അവരിൽ നിന്ന് തന്നെ ഒരു അവാർഡ് കിട്ടാന്ന് പറയുമ്പോൾ രാവിലെ ഉറക്കം എണീക്കുമ്പോൾ തൊട്ട് ഫോൺ എടുക്കുന്ന ഒരാളാണോ? കാരണം നമ്മുടെ ഡിജിറ്റൽ മീഡിയ അവാർഡ്സ് ആണ്, എല്ലാ കാര്യങ്ങളും ഡിജിറ്റലി പൊക്കോണ്ടിരിക്കുമ്പോൾ സർ എത്രത്തോളം ഫോണിൽ ഇൻവോൾവ് ആണ്? ഇപ്പോഴത്തെ എന്റെ മനീഷോട് പറഞ്ഞ എന്റെ ജോലി എന്തോ അറിയോ, ഓരോരുത്തരും എന്റെ വാട്സപ്പിലേക്ക് വാർത്ത 6500 നമ്പർ എന്റെ വാട്സപ്പിലുണ്ട്. അതുമല്ല വാർത്ത അയച്ചിട്ട് ഈ വാർത്ത എങ്ങനെയെങ്കിലും ഒന്ന് ചേർക്കണമെന്ന് പറയും. അപ്പൊ ഞാൻ ഈ വാർത്ത ആർക്കെങ്കിലും അയച്ചു കൊടുക്കണം, എന്നിട്ട് ഈ വാർത്ത ചേർത്തോന്ന് ചോദിക്കണം. ടെലികാസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പറയും ഇതിന്റെ ഒരു ക്ലിപ്പ് അയച്ചു തരണം എന്ന് പറയും. അപ്പോ ഈ ക്ലിപ്പ് ഞാൻ ഈ ആളിന് അയച്ചു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ അയാളുടെ നമ്പർ സേവ് ചെയ്യണം. എന്നിട്ട് ഞാൻ ആ ക്ലിപ്പ് അയക്ക് അയച്ചു കൊടുക്കുന്നു. അപ്പൊ അയാൾ പറയുന്നു ഇത് ഡൗൺലോഡ് ആയിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല, ഓഡിയോ കറക്റ്റ് അല്ല. ഞാൻ പറഞ്ഞു ഒന്നുകൂടെ അയക്കുന്നു എന്ന് പറയുന്നു. ഇങ്ങനെ ഒരു ദിവസം ഒരു 45-50 ക്ലിപ്പ് അയച്ചുകൊണ്ടിരിക്കുന്ന ഹതഭാഗ്യനാണ് ഞാൻ. എന്റെ മെയിൻ പരിപാടി. അപ്പൊ എന്റെ ഭാര്യയുടെ ഒക്കെ സംശയം ഞാൻ ഈ ഫോൺ വെച്ച് നോക്കുന്നതെല്ലാം വേറെ ഏതോ പെമ്പിള്ളേരോട്ടുള്ള രോഗി. അതുകൊണ്ട് ഭാര്യ ചോദിച്ചു നിങ്ങൾ എല്ലാ സമയത്ത് ഈ ഫോണിൽ നോക്കിയിരിക്കുന്നത്. ഞാൻ ഈ ക്ലിപ്പിന്റെ കാര്യമാണ്. ഈ ക്ലിപ്പിൽ ഈ കാലത്ത് ഞാൻ രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. എന്നാലും അതൊക്കെയാണ് നമ്മൾ പക്ഷെ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. അപ്പൊ മാത്രമല്ല ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യും. അതായത് ഇപ്പൊ നമ്മളിപ്പോ സുധാകരൻ ഒരാള് എനിക്കൊരു വാർത്ത അയച്ചു. അപ്പൊ ഞാൻ തന്നെ എനിക്കത് വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞു സുധാകരൻ ഇന്ന് രാവിലെ കൂടി എനിക്ക് അയച്ചെന്ന വാർത്ത ചെയ്ത് കുറെ കാലമായി സുധാകരനെ കണ്ടിട്ട്, ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ പുള്ളി ഇവന്റെ നാട്ടിലൊരു വിലസുവരസം, ഞങ്ങള് കോളേജ് മേറ്റ്സ് ആയിരുന്നു. എനിക്ക് പണ്ടേ അറിയാം. അന്നൊക്കെ പുള്ളി കുറച്ച് ജാടയൊക്കെ ആയിരുന്നു, ഇപ്പൊ കുറച്ച് മനുഷ്യനായി പോയി. അടിപൊളി. അപ്പൊ ഇപ്പൊ ഒരുപാട് പേര് മീഡിയയിലൂടെ സാർ നേരത്തെ പറഞ്ഞ പോലെ പുതുതായിട്ട് വരുന്ന കുറെ ആൾക്കാരുണ്ട്. നമ്മൾ മീഡിയയിൽ വരണം അല്ലെങ്കിൽ നമ്മൾ ഫോണിൽ അത്രയും ആക്റ്റീവായി നിൽക്കുന്ന ഒരാളാണെങ്കിൽ അവർ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്താണ്? കഠിനാധ്വാനത്തിന് എക്സ്ക്യൂസ് ഇല്ല. അതാണ്. അപ്പൊ നമ്മൾ എക്സ്ക്യൂസ് പറയും. നമ്മൾ എവിടെയെങ്കിലും സ്ഥലത്ത് എല്ലാം താമസിച്ചു നമ്മൾ പറയും ബ്ലോക്ക് ആയിരുന്നു, മഴ പെയ്തു, പല പല പ്രശ്നങ്ങളുണ്ട്. അതുപോലെ അധ്വാനികൾക്ക് പിടിച്ചേക്കാൻ പറ്റും. ഈ മാധ്യമത്തിൽ ഏറ്റവും വലിയ മത്സരം നടക്കുന്ന ഒരു കാലമാണ്. അത് സോഷ്യൽ മീഡിയ, ടെലിവിഷനുണ്ട് മത്സരം, എല്ലാ രീതിയിലും പല മാധ്യമങ്ങളും തമ്മിൽ മത്സരമാണ്. ഈ മത്സരം നടക്കുന്ന സമയത്ത് അധ്വാനിക്കുക, അതല്ലാതെ വേറൊരു വഴിയില്ല. നല്ല കമ്മിറ്റ്മെന്റ് ഉള്ള ആളുകൾക്ക് മാത്രമേ പിടിച്ചേക്കാൻ പറ്റൂ, അല്ലാത്ത ആൾക്കാർ കൊഴിഞ്ഞു പോകും. ഇപ്പൊ ഈ ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ ഈ ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിൻ ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മളിതൊന്നും വായിച്ച് പഠിച്ചു വെക്കേണ്ട കാര്യം, ഇതെല്ലാം വിലത്തുമ്പിലുണ്ടല്ലോ. അങ്ങനെയല്ല. ഉദാഹരണം ഞാൻ പറയാം. ഒരു ദിവസം കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് മരിച്ചുപോയി. മൈക്കൊക്കെ ഊരി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് ഈ മരണം വരുന്നത്. ഉടനെ എനിക്ക് PCR വിളി വന്നു, ഒന്നുകൂടെ കയറണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇന്നാരും മരിച്ചുപോയി. ഞാൻ ആ ആളുമായിട്ട് അടുപ്പമുള്ള ഞാൻ ഒന്ന് ഷോക്ക്ഡായി. അപ്പൊ പറഞ്ഞു പെട്ടെന്ന് ഒന്ന് കയറി ഇയാളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഗൂഗിളിന്റെ എഞ്ചിനകത്ത് തപ്പുമ്പോഴത്തേന് സമയമാവുമല്ലോ. അപ്പൊ നമ്മൾ കയറണം. അപ്പൊ നമുക്ക് ആളിനെ കുറിച്ച് അറിയണം. അപ്പൊ ഏകദേശം ഒരു ധാരണ നമ്മൾ ഉണ്ടാക്കാൻ അത്യാവശ്യം നമ്മൾ വായിച്ച് നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. പുറത്തുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ കുഴപ്പമില്ല, അകാല വാർത്തയ്ക്കും വരും. അതെ, തീർച്ചയായിട്ടും റിയൽ ലൈഫിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ എന്താണെങ്കിലും സർ ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഇത് എങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു കോമ്പറ്റീറ്റീവ് ഫീൽഡാണ്. പക്ഷെ അതൊന്നും മനസ്സിൽ വെക്കാതെ നമ്മുടെ പ്ലാറ്റ്ഫോമില് വന്നതിനും ഒരുപാട് താങ്ക് യു ഉണ്ട്. അപ്പൊ എന്താണെങ്കിലും അതെ, അത്രേ ഉള്ളൂ. ഒരിടത്ത് തിരുത്താൻ വേണ്ടി ഒന്നും അല്ല നമ്മുടെ ഈ അവാർഡ് നിൽക്കുന്നത്, നമ്മുടെ ഒരു സ്നേഹം. അതുകൊണ്ടാണ് ഈ അവാർഡ് നിൽക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. തീർച്ചയായിട്ടും. നമുക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം നമ്മുടെ ബഹുമാനപ്പെട്ട SKN. അമൃത ടെലിവിഷൻ നൽകുന്ന ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്